ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് നമുക്കൊപ്പം തത്സമയം ഇവിടെ ഹലോ മലയാളത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം മലപ്പുറം പ്രസംഗമൊക്കെ വിവാദമായി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അങ്ങയുടെ വിവാദമായ മലപ്പുറം പ്രസംഗം, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം അങ്ങ് തന്നെ പറയുന്നുണ്ട് അങ്ങയുടെ പ്രസംഗത്തെ പലരും തെറ്റായി വ്യാഖ്യാനിച്ചു, പലരും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു എന്നൊക്കെ. സത്യത്തിൽ ആ ഒരു പ്രസംഗം കൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് എന്താണ്? കാരണം ഉദ്ദേശിച്ചത് സതുദ്ദേശിതമാണ് പറഞ്ഞത്. പക്ഷെ അത് മുസ്ലിം വിരോധമാക്കി എടുത്ത് ചിലരെല്ലാം ചില ചാനലിലെല്ലാം അവരുടെ ചാനലിൽ എൻ്റെ താല്പര്യം അല്ലെങ്കിൽ ചാനലിനെ സഹായിക്കണം എന്നുള്ളവരുടെ താല്പര്യം കണക്കാക്കിക്കൊണ്ട് ട്വിസ്റ്റ് ചെയ്ത് മാറ്റി. കാരണം ഞാനൊരു മുസ്ലിം വിരോധിയേ അല്ല. അങ്ങനെ മുസ്ലിം വിരോധിയായിട്ട് നാളിതുവരെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ ഒന്ന് പറഞ്ഞു, മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മുസ്ലിങ്ങൾക്കല്ലാതെ വേറെ ആർക്ക് എന്ത് പ്രാമുഖ്യമുണ്ട്? അവിടെ സ്വതന്ത്രമായി പറയാനോ പ്രവർത്തിക്കാനോ ബാക്കി ആർക്ക് സാധിക്കും? എൻ്റെ മകനെ അവിടെ BDJ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പ് പ്രാവശ്യം നിന്ന് മത്സരിച്ചതാണ്. അന്ന് ഈ പറഞ്ഞ ഞാൻ ഈ പ്രസംഗിച്ച ആ വേദിയുടെ തൊട്ടടുത്ത് വെച്ചാണ് നിലമ്പൂർ മുസ്ലിങ്ങളെല്ലാം കൂടെ തടഞ്ഞു വെച്ചത്. അപ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സൗകര്യം അവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് നിഷേധിക്കാനൊക്കെ പോകും. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഇതിനു മുൻപ് ഇത്തരത്തിൽ ഇകഴ്ത്തി സംസാരിച്ചിട്ടുള്ളത് സംഘപരിവാർ നേതാക്കളാണ്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരമൊക്കെ നടത്തിയിട്ടുള്ളത്. ഈ BDJS NDയുടെ ഭാഗമായി നിന്ന സമയത്ത് പോലും പിണറായി വിജയൻ സർക്കാർ തുടർഭരണം നേടുമെന്നും താൻ ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും ഒക്കെ നിലപാടെടുത്ത വ്യക്തിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോഴത്തെ അങ്ങയുടെ ഈ ഒരു പ്രതികരണം അത് SNDPയുടെ നിലപാടായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും വേണമല്ലോ. കാരണം SNDPക്ക് ഈ മലപ്പുറം ജില്ലയിൽ ആരെന്ത് തന്നു? മുസ്ലിം ആധിപത്യം ഉണ്ടെന്ന് അവർ പറയുന്നു. ഒരു ചാനൽ പറയാണ് 76% മുസ്ലിങ്ങളാണെന്ന്. പച്ചക്കള്ളം പറയില്ല, അവരെ സൂചിപ്പിക്കാൻ പറയാണ്. നിങ്ങൾ ഒരു ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, അവർ തന്നെ മനസ്സിലാക്കിയാൽ മതി. 56% മുസ്ലിങ്ങളുള്ളത്. അവിടെ അവരുണ്ടായിക്കോട്ടെ, അവർ വോട്ട് ബാങ്കായി നിൽക്കുന്നു. ഞങ്ങൾ അവരോടൊപ്പം നിന്നവനല്ല ഇവരായ ഞങ്ങൾ. പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ടും സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ കൊല്ലം ഞങ്ങളെല്ലാം ഇഴവരെല്ലാം മുസ്ലിങ്ങളോട് കൂടി ഒന്നു ചേർത്തുകൊണ്ട് ഡൽഹി മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച്, അതുപോലെ ഹൈക്കോടതി മാർച്ച്, ഇങ്ങനെ എത്രയെല്ലാം പ്രക്ഷോഭണങ്ങൾ ഞങ്ങളെല്ലാം നടത്തിയതാണ്. എന്നിട്ട് ഇവർ ഭരണത്തിൽ വരുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം സഹകരിക്കും എന്ന് പറഞ്ഞിട്ട് പോലും ഇവർ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോലും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇറങ്ങില്ല. ഉമ്മൻചാണ്ടിയുടെ ഇറങ്ങത്ത് ഞങ്ങൾ കരഞ്ഞ് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങൾ വിശ്വസിക്കുക. ഞങ്ങളുടെ വേദന എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞങ്ങളുടെ കുട്ടികൾക്ക് എവിടെ പഠിക്കും, എവിടെ പഠിപ്പിക്കും? ഒരു സ്കൂൾ ഞങ്ങൾക്ക് തരുന്നിട്ടുണ്ടോ? ഒരു ഏഴ് സ്ഥാപനം അവിടെ ഉണ്ടോ? ഇവരുടെ കോളേജ് അവിടെ ഉണ്ടോ? ഉള്ളവരെല്ലാം തന്നെ പിന്നെയും എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ആകെ പെരിന്തൽമണ്ണയിൽ ഞങ്ങൾക്ക് ഒരു അണ്ണയുടെ കോളേജ് അതെങ്കിലും ഒന്ന് ഏഴുണ്ടാക്കി തന്നില്ലെന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിലെ നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാർ, അവർ ചേർന്ന ട്രസ്റ്റുകൾക്ക് അവിടെയുള്ള മുസ്ലിങ്ങളായ പാവങ്ങൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടുകയില്ല. നേതാക്കന്മാരാണ് കോളേജിലെല്ലായിടത്തും. നിങ്ങൾ എടുത്തതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കോളൂ. അവിടെ എത്ര കോളേജാണുള്ള മുസ്ലിങ്ങൾക്ക്? 7 കോളേജിൽ 11 മിസ്റ്ററെ. ആ 7 കോളേജ് അവർക്കുണ്ട്. ആ 7 കോളേജിൽ MESൻ്റെ കൂടെ അല്ല കൂടുതലും. MES മുസ്ലിം സമുദായത്തിൻ്റെ സമുദായ സംഘടന. ഇത് വ്യക്തികൾക്കാണ് മഹാഭൂരിപക്ഷം.
മുസ്ലിം സമുദായത്തിൻ്റെ വ്യക്തികൾക്കും അവരുടെ നേതാക്കന്മാരും പങ്കിട്ടെടുത്തിരിക്കുകയാണ് കോളേജുകളെല്ലാം. അതോടൊപ്പം നിങ്ങൾ ഈ 11 പറയുമ്പോൾ പിന്നെ ഒരു 6 കൂടെ ഉണ്ട്. ആ 6 എന്ന് പറഞ്ഞാൽ അറബിക് കോളേജ്. ഈ അറബിക് കോളേജ് തുടങ്ങണമെങ്കിൽ 2.5 ഏക്കർ മതി. അറബിക് കോളേജ് എന്ന് പറഞ്ഞ് തുടങ്ങി അതിനോടുകൂടി എയ്ഡഡ് കോഴ്സ് അങ്ങോട്ട് തുടങ്ങും. UGC അനുവാദവും മേടിക്കും. അപ്പോൾ അവിടെയും ശമ്പളം കൊടുക്കണം. UGC സാലറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എത്ര കിട്ടി? 11, 6, 17 സാലറി, UGC സാലറിയാണ് കിട്ടണത്. അപ്പോൾ ഈ 2.5 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞ അറബിക് കോളേജിൻ്റെ അക്കൗണ്ടിലും എയ്ഡഡ് കോളേജിന് തുല്യമായ കോളേജാണ്. ഇതെല്ലാം കിട്ടുമ്പോഴും അവരനുഭവിച്ചോട്ടെ. നമുക്കൂടെ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ അത് ജാതിയാണ് മിത്രേ. ഒരു നീതിക്ക് വേണ്ടി ഞങ്ങളുടെ യാചനയല്ലേ. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമാക്കി ഇവരെ കൈവശം വെച്ചിട്ടിരിക്കുന്നു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഈ SNDP യോഗം ഇനിയിപ്പോൾ സംഘപരിവാറിന്റെ ഭാഗമായി മാറുന്നു എന്നാണോ? കാരണം അങ്ങനെ ഒരു നരേറ്റീവ് ഇപ്പോൾ തന്നെ ഉണ്ട് സമൂഹത്തിൽ. ഇപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചു തൊട്ടതെല്ലാം തൊട്ട കുറ്റമെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ നേരെ പറഞ്ഞ ഉടനെ സംഘപരിവാറാക്കണം എന്തിനാണ്? നിങ്ങൾക്ക് സംഘപരിവാറാക്കാൻ നടക്കണം എന്തിനാണ്? കാരണം ഞാൻ ഉള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ സംഘപരിവാറാക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സീതാരാമ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ഒരു ഈഴവനോടെ വെക്കേണ്ടതല്ലേ? ഗുരുവിനെ പണം പോലും കാണാത്ത ഒരുവിനെ കൊണ്ടുപോയി LDF കൊണ്ട് വെച്ചപ്പോൾ അതിന് ഞാൻ എതിർത്തപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എനിക്കെതിരായിട്ട് എഴുതിയില്ലേ? ഞാൻ മതസൗഹാർദ്ദം തീർക്കുന്നു. അപ്പോൾ ആ കാര്യം വന്നപ്പോൾ അവരെല്ലാം ഒന്നായില്ലേ? ഇടതും വലതുമായ എവിടെ ആരായാലും അവരൊന്നായില്ലേ? ഇവിടെ തന്നെ 8 MP നോമിനേറ്റ് ചെയ്തത് 9, അതിൽ 5 പേരും 7 പേരും ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചാടി വീണത് ഇവരല്ലേ? കട്ടവണിതല്ലേ കൂടെ ഇരിക്കുന്നവർ തപ്പി എന്ന് പറഞ്ഞ പോലെയല്ലേ? മുസ്ലിമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉടനെ ഞാൻ പിന്നെ ഇവിടെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയിൽ നിന്ന് ഞാൻ രാജിവെക്കണമെന്ന് പറഞ്ഞു. ഇവരല്ലല്ല എന്നാ കഥയിച്ച് പിണറായി പറയട്ടെ, അപ്പോൾ രാജിയെ കൊടുക്കും. അപ്പോൾ ഇവർ പറയുമ്പോൾ രാജിവെക്കാതിരിക്കണം. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാലും അവരെന്ത് ചെയ്താലും മിണ്ടാൻ പാടില്ല. മിണ്ടിയ കോലം കത്തിക്കും. കോലമല്ല, എന്നെ തന്നെ അവർക്ക് കത്തിക്കാൻ സാധിക്കുമല്ലോ. കത്തിച്ചോട്ടെ. അതുകൊണ്ട് അഭിപ്രായത്തിൽ നിന്ന് മാറാൻ സാധിക്കില്ല. അഭിപ്രായം തന്നെ, അഭിപ്രായം ശരി തന്നെ. ശരി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഇനിയിപ്പോൾ ഈ BJP-യിലേക്ക് വരികയാണെങ്കിൽ BJP-യുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം താങ്കളെ വീട്ടിലെത്തി കാണുകയും വെള്ളാപ്പള്ളി നടേശൻ സഹോദര തുല്യനാണെന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമാണ്. ഈ രാജീവ് ചന്ദ്രശേഖറിന് കീഴിൽ BJP കൂടുതൽ മെച്ചപ്പെടുമെന്ന്, BJP കൂടുതൽ ശക്തി ആർജിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. രാജീവ് ചന്ദ്രശേഖർ ഒരു വ്യവസായിയായിരുന്നു. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിൻ്റെ അടവ് നയങ്ങളൊന്നും അറിയില്ല. അയാൾ വളരെ പച്ചയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. അദ്ദേഹം സ്ട്രേറ്റ് ഫോർവേഡ് കൂടി പോവും. സമ്പത്തിനോട് ഒരു താല്പര്യമില്ല. ആരോടും അനാവശ്യമായി കയർക്കാറില്ല. അനാവശ്യമായി ആരോടും കഴുത്തേ കയറാറില്ല. മിതഭാഷയും മിതമായ മാന്യമായും പെരുമാറുന്ന ഒരാളെന്ന നിലയിൽ കേരള രാഷ്ട്രീയത്തിൽ പഴയതിനേക്കാൾ പച്ച പിടിക്കാനും ഇവിടെ 100 ഗ്രൂപ്പിനിടയിലാണ്. എത്ര പേരായിരുന്നു ഇതിനെ ആഗ്രഹിച്ച് നടന്നത്. അവരെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം വന്നപ്പോൾ എല്ലാ ഗ്രൂപ്പും ഇല്ലാതാകുമെന്ന എൻ്റെ വിചാരം. എല്ലാ ഗ്രൂപ്പും ഇല്ലാതാക്കി എല്ലാ ഗ്രൂപ്പിനും നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് മറ്റ് തിരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. ഈ പലവട്ടം പല വേദികളിൽ ഇതിനു മുൻപ് അങ്ങ് പറഞ്ഞിട്ടുണ്ട് തുടർഭരണം ഉറപ്പാണ്, ഒരു 3ാം പിണറായി സർക്കാർ വരുമെന്ന് അങ്ങ് ഇതിനു മുൻപും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ആ പ്രസ്താവനയിൽ അല്ലെങ്കിൽ ആ നിലപാടിൽ അങ്ങിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ രാജീവ് ചന്ദ്രശേഖറിന് കീഴിൽ ഇനി NDA കൂടുതൽ വോട്ട് ഷെയർ കൂട്ടും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സ്ഥാനാരോഹണത്തോട് തുടർഭരണം ഒന്നുകൂടെ ഉറപ്പാക്കുകയാണ്. കാരണം ചന്ദ്രശേഖർ വന്നതോടുകൂടി BJP-യുടെ NDA-യുടെ വോട്ടിംഗ് ഷെയർ ഇവിടെ കൂടുമ്പോൾ അതിൻ്റെ ദോഷം ആർക്കാണ് വരുന്നത്? ഇവിടെ വരുന്നത് കോൺഗ്രസിനാണ്. കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും ചോർച്ച വരുന്നത്. ആ ചോർച്ച വരുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് ഇടതുപക്ഷത്തിനാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, സജി ചെറിയാൻ ജയിക്കുന്നത് എങ്ങനെയാണ്?
ത്രികോണ മത്സരം വന്നുകൊണ്ടല്ലേ. അതൊക്കെ മുമ്പ് കോൺഗ്രസ് മാത്രമല്ല ഇവിടെ ഭരിച്ചിട്ടിരുന്നത്. അതൊക്കെ മുമ്പ് ആരാണ് BJPയോടെ ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളവർ വോട്ട് കണ്ടമാനം പിടിച്ചതിൽ പിന്നെ അല്ലേ ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജയിക്കാൻ തുടങ്ങിയത്. അതുപോലെ നമ്മുടെ ടീച്ചറുണ്ടല്ലോ, വിദ്യാഭ്യാസ മന്ത്രി, അവിടെ ഉണ്ണിയാടനല്ലേ ജയിച്ചിട്ടിരുന്നത്. ഉണ്ണിയാടൻ എങ്ങനെ നോക്കാൻ കാര്യം? ഈ പറഞ്ഞ BJPയോടെ വോട്ട് കൂടുതൽ മേടിച്ചോട് 30,000 വോട്ട് പിടിച്ചോടുകൂടിയല്ലേ ടീച്ചർ കയറിയത് മുമ്പോട്ട് ത്രികോണ മത്സരത്തിൽ. അതുപോലെ തിരുവനന്തപുരത്ത് ഒരു വർക്കലയിൽ കഹാർ തോറ്റുപോയത് എന്താണ്? അവിടെ ഒരു 20,000 വോട്ടുള്ള NDA പിടിച്ചതോടുകൂടിയല്ലേ. അപ്പോൾ ത്രികോണ മത്സരം വരുമ്പോൾ എപ്പോഴും അതിൻ്റെ പൊതുവെ ഒറ്റപ്പെട്ട ചിലയിടത്ത് ചില ദോഷം വന്നെങ്കിലും പൊതുവെ ഗുണം LDFനായിരിക്കും. ശരി ശരി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഇനി മറ്റ് വിഷയങ്ങൾ കൂടി അങ്ങയിൽ നിന്നും അറിയണമെന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ നടക്കുന്ന എമ്പുരാൻ വിവാദമൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ ഇപ്പോൾ നടക്കുന്ന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകളാണ്. ഒരു സിനിമ നിർമ്മിച്ചു എന്നതിന്റെ പേരിൽ തനിക്ക് നേരെ വേട്ടയാടൽ നടക്കുന്നു എന്നാണ് ഗോകുലം ഗോപാലൻ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ED നീക്കങ്ങളെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഗോപാലൻ ഈ പണി തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ED അന്വേഷണം നേരത്തെ തുടങ്ങിയതല്ലേ. പക്ഷേ ഈ സിനിമയുടെ ഇടയിലാണ് വന്നത്. പിന്നെ ഗോപാലിൻ്റെ പണി എന്താണ്? കള്ളപ്പണം വെളുപ്പിക്കുകയാണ്. അത് ED കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഓരോ സിനിമയും എന്താണ്, തീരെ വരുമാനമില്ലാത്ത സിനിമയാണെങ്കിലും അത് വരുമാനമുള്ള സിനിമയാക്കി കോടികൾ ലാഭം കിട്ടിയെന്നാക്കും. ഒന്നിലെ കുറേ എണ്ണം കൊണ്ടുപോയി മദ്രാസിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള തിയേറ്ററിലിടും. എന്നിട്ട് വരുമാനം കാണിക്കും. എന്നിട്ട് സിനിമയിൽ നിന്നും ഗംഭീരമായ ലാഭം കിട്ടിയെന്ന് കണക്ക് കാശ് വരുത്തുകയാണ് പുള്ളിയുടെ നയം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ സിനിമയിൽ തന്നെ കോടികൾ കിട്ടിയെന്ന് പറയുന്നത്. ഒരു കോടിയും വഴിയില്ലെന്ന്. ഇതൊക്കെ എല്ലാം പ്രചരണമല്ലേ. ഓരോ മീഡിയകൾ പലതും അയാളെ കാശ് മേടിച്ചിട്ട് നിൽക്കുന്ന മീഡിയകളാണ്. അവരെല്ലാം വാശി പിടിച്ചിരുന്നത് പ്രചരിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അവരിത് പ്രചരിപ്പിച്ചിട്ട് ഇങ്ങനെ മൂസ്റ്റ് കാണിച്ചിട്ട് കണക്ക് വരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എത്ര നാളായി ഗോകുലൻ്റെ ഈ കള്ളപ്പണം ഇടപാട് തുടങ്ങിയിട്ട്? ED കണ്ടുപിടിച്ചില്ലേ? അതിനെന്തേ മറുപടി ആകാത്തത്? റേഡിയോന്നാണ് തെറ്റാണ്. അയാൾ 1-2-600ഓളം കോടി രൂപയാണ് പുറത്തുനിന്ന് അനധികൃതമായി കൊണ്ടുവന്നത്, അനധികൃതമായി കൊടുക്കുകയും ചെയ്തത്. നിങ്ങൾക്കറിയാമല്ലോ എത്രയോ പാവങ്ങളുടെ കണ്ണീരാണ് ആ മനുഷ്യൻ ഈ രാജ്യത്ത് മണ്ണിൽ വിളിച്ചിട്ടുള്ളത്. ഒരു നീതി കാണിക്കും. ചിട്ടിയുടെ നടത്തുന്നുണ്ട്. എത്ര കള്ളച്ചിട്ടി നടത്തുന്നുണ്ട്. ഈ നടത്തുന്ന ചുറ്റികളെല്ലാം ഇല്ലീഗലാണ്. ഇല്ലീഗലായിട്ട് എത്ര നടത്തുന്നുണ്ട്? ഇത് ആര് നോക്കുന്നു, ആര് പിടിക്കുന്നു? ഇവിടെ പണത്തിക്ക് മീതെ പരന്തും പറക്കാത് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് മണിപ്പറ ഉപയോഗിച്ചല്ലേ ഇതെല്ലാം നടക്കുന്നത്. എന്നിട്ട് ഇതൊന്നും ഇല്ലാഞ്ഞിട്ടാണ് SNDP ഹൈജാക്ക് ചെയ്യാൻ നടക്കുന്നത്. ഇതെല്ലാം പൊട്ടിയെ ചൊട്ടിയ ദൈവം ചതിക്കും എന്ന് പറഞ്ഞ പോലെ അതാണ് ഇപ്പൊ അനുഭവിക്കേണ്ടി വരും. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഒരൊറ്റ കാര്യം കൂടി, ഈ എമ്പുരാൻ സിനിമ അത് നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അതിന്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയുമാണ്. കലാകാരന്മാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു നാടായി നമ്മുടെ കേരളം മാറുന്നുണ്ടോ? അതിൽ അങ്ങനെയെങ്കിൽ BJPക്കും ഇതിൽ വലിയൊരു ഉത്തരവാദിത്തമില്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ളതൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല. അത് ശരിയല്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ചോദിട്ടെ, ക്രിസ്തുവിനെ മോശമാക്കിക്കൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിക്കാമോ? നബിയെ മോശക്കാരക്കാരനെ കൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാമോ? പക്ഷേ രാമനെയും കൃഷ്ണനെയും സീതയും വേണമെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ അങ്ങനെ അതല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യങ്ങൾക്ക് തന്നെ നിയന്ത്രണങ്ങളുണ്ട്. നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള നല്ല കുറേ പദപ്രയോഗങ്ങൾ ചെയ്തുകൊണ്ട് ഉടുത്തിരിക്കുന്ന തുണിയെടുത്ത് തലയെ കെട്ടി നടക്കാനുള്ള അധികാരവും അവകാശവും ആരും ഈ രാജ്യത്ത് നിയമം അനുവദിക്കുന്നില്ല. ശരി ശരി, വളരെയധികം നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഈ രാവിലെ നമുക്കൊപ്പം ചേർന്നതിന്, നമ്മുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.